അപ്പോൾ നമ്മൾ 20 ഗ്രോ ബാഗിനകത്ത് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു പകുതി മുക്കാൽ ഭാഗമില്ല, അതുകൊണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. എന്നിട്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കിളിക്കുന്നതെന്നുള്ള കാര്യം നോക്കാം. അവരുടെ വളവും ചേരിച്ചോറും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന്. അപ്പോൾ എല്ലാവർക്കും BNB ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ കരിപ്പുറം ദേവീക്ഷേത്രത്തിലെ നമ്മുടെ കുടുംബക്ഷേത്രമാണ്. ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ഒരു 2 മാസത്തോളമായി നമ്മളിത് തൃശ്ശൂരിൽ നിന്നൊരു നഴ്സറിയിൽ നിന്ന് വരുത്തിയ വളവും അതിൻ്റെ ഗ്രോ ബാഗും ചൈരിച്ചോറെല്ലാം കൂടെ മിക്സിങ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമ്മളിത് ഓർഡർ ചെയ്ത് വരുത്തിയപ്പോൾ പിന്നെ അവർ ഒന്നാമത്തെ കാര്യം നമ്മളൊരു സുഹൃത്തിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് അവർ ഓർഡർ എടുത്തതിന് ശേഷം ഇത് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റായി. പൈസ ഇട്ട് കൊടുത്തതിന് ശേഷം അവർ ഒരു 4-5 ദിവസം കഴിഞ്ഞ ശേഷം ഇത് ഓരോന്ന് കൊറിയർ ചെയ്തത്. പിന്നെ നമുക്ക് പറ്റിയൊരു അബദ്ധം, ഈ കൊറിയർ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് അവരുടെ അടുത്ത് ഇതിൻ്റെ റേറ്റ് പറയാൻ പറഞ്ഞത്. പക്ഷേ അവർ അവസാനം ഇത് കൊറിയർ ചെയ്തതിന് ശേഷം നമ്മളിത് ആലപ്പി പാഴ്സലിലാണ് വന്നത്. ഇത് എടുക്കാൻ ചെന്നപ്പം അവർ വളത്തിൻ്റെ പൈസ കൂടാതെ 1500 രൂപ 1600 രൂപ എൻ്റെ കയ്യിൽ നിന്ന് അന്ന് ചിലവായി. പക്ഷേ അത് അവർ നമ്മളെ അടുത്ത് പറഞ്ഞില്ല. അവർ കൊറിയർ ചാർജ് അയച്ചിട്ടാണ് ഈ സാധനം പിന്നെ അവിടുന്ന് കയറ്റി വിടുക എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ അത് കൊറിയർ ചാർജ് അവർ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. പക്ഷേ കേട്ടോ, അത് നിങ്ങൾക്ക് ആർക്കും ഇനി തൃശ്ശൂരിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർക്കും അബദ്ധം പറ്റരുത്. നിങ്ങൾക്ക് അയച്ചു തരുന്ന വളത്തിൻ്റെ കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് അവരെ കൊണ്ട് പറയിപ്പിക്കണം, അല്ലെങ്കിൽ ഇതുപോലൊരു അബദ്ധം പറ്റിപ്പോകും. അപ്പോൾ നമ്മളിത് ഈ ക്ഷേത്രത്തിലായത് കാരണം ഇത് 1-2 പേര് സ്പോൺസർ ചെയ്തതാണ്. അപ്പോൾ ഇത് സ്പോൺസർ ചെയ്തതിനകത്ത് 2 പേര് ഇപ്പോൾ ഞാനിങ്ങൾ ചേർന്ന് ഞങ്ങൾ 3 പേരാണ് ഇതിപ്പോൾ സ്പോൺസറായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 പേരെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ റോയിച്ചൻ എബ്രഹാം, അദ്ദേഹം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ട് നമ്മളെ സുഹൃത്താണ്. അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ സുരാജ്, പുള്ളിക്കാരനും നമ്മളിത് ക്ഷേത്രത്തിലൊരു ആവശ്യം പറഞ്ഞപ്പോൾ നമുക്കിത് വാങ്ങിക്കാൻ വേണ്ടി 2 പേരും നമുക്ക് ഫണ്ട് അയച്ച് 2 പേരും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണോ ഒന്ന് പൊട്ടിച്ച് നോക്കാം. അതിനകത്ത് കുറച്ച് ചാക്കുകളൊക്കെ ചരിച്ചുറാൻ തോന്നുന്നു, എടുത്തപ്പോൾ നല്ല വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിനകത്ത് ചരിച്ചോറ കേട്ടോ. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് മിക്സ് ചെയ്യാം ഇവിടെ ഇട്ടിട്ട്. ഇതിപ്പോൾ 2 മാസമായി. ഇത് വന്ന സമയത്ത് നല്ല നനവിലിരുന്ന സാധനമാണ് കേട്ടോ. നല്ല വെള്ളത്തിൻ്റെ ഇതുണ്ടായിരുന്നു, നല്ല വെയിറ്റ് ആയിരുന്നു. അതിനനുസരിച്ച് അവന്മാർ കൊറിയർ ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് നല്ല പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ടോട്ടൽ വാങ്ങിച്ചിരിക്കുന്നത് 20 ഗ്രോ ബാഗ് കേട്ടോ. 20 ഗ്രോ ബാഗും അതിനകത്തേക്ക് വേണ്ട വളവും എല്ലാം കൂടെ കോംബോ ആയിട്ടാണ് നമ്മൾ അവരോട് റേറ്റ് പറഞ്ഞ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിഞ്ഞ് പൊട്ടിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പിന്നെ സാധനം എന്തുമാത്രം ഉണ്ടെന്നുള്ളത്. ചൈരിച്ചോറ് കണ്ടിട്ട് നല്ല ചൈരിച്ചോറായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്കിത് ചെടിയൊക്കെ വെച്ച് ഇത് കിളിക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫൈനൽ റിസൾട്ട് അറിയാൻ പറ്റത്തില്ല. ഇത് നമ്മൾ ക്ഷേത്രത്തിലേക്കായതുകൊണ്ട് ചെടി വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 2 ബാഗുകളുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. വളവും ഗ്രോ ബാഗും ഒക്കെ എല്ലാം ചാക്കിനകത്താണ്. ഈ ചാക്കിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതെന്തോ വളമാണ്. അതായത് നമ്മുടെ ഗ്രോ ബാഗ്. ഇതും ഇതിനകത്തേക്കുള്ള വളമാണ്. അങ്ങനെ 3 പാക്കറ്റിനകത്ത് വളമുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിനകത്ത് എന്താണെന്ന് അറിയില്ല. ഇതിനകത്തും വളമാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ അവരോട് 2 സെറ്റായിട്ടാണ് വിടണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ വിട്ടേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതെ, ഇത് 5 ഗ്രോ ബാഗ് സെപ്പറേറ്റും 15 ഗ്രോ ബാഗ് ഒന്നിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ 5 ഗ്രോ ബാഗ് ഇതിനകത്ത് സെപ്പറേറ്റാണ് വന്നിരിക്കുന്നത്. ഗ്രോ ബാഗ് നിങ്ങളൊന്ന് കാണിക്കാം. ഞാൻ ഗ്രോ ബാഗിൻ്റെ വലിപ്പം കാണിക്കാം. നമുക്ക് 75 രൂപ വെച്ച് ഒരു ഗ്രോ ബാഗിന് വീണിട്ടുണ്ട് വില.
നമുക്കിതിൻ്റെ ഗ്രോ ബാഗിൻ്റെ വലിപ്പം ഒന്ന് കാണാം, അതിൻ്റെ ക്വാളിറ്റിയും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാണ് ഗ്രോ ബാഗ് കേട്ടോ. ഈ സൈസാണ്, അത്യാവശ്യം വലിപ്പമുള്ള സാധനമാണ്. 5 വർഷത്തെ ലാസ്റ്റിംഗ് ഒക്കെ കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഗ്യാരണ്ടി ആയിട്ടൊന്നുമില്ല, 5 വർഷം നിൽക്കുമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കിത് വെച്ച് നോക്കുമ്പോൾ അറിയാം 5 വർഷം നിൽക്കുമോ എത്ര വർഷം നിൽക്കും. ഇപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കിത് പ്രത്യേകം കവറിനകത്ത് ആക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിന്ന് ഇങ്ങനെ ഓരോ വളങ്ങളും ഇതിനകത്തോട്ട് ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം നമ്മൾ. നോക്കാം. ഇതൊന്നും പ്രത്യേകിച്ച് വലിയ സ്മെല്ലൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് വളങ്ങളെല്ലാം എൻ്റെ മണ്ടയ്ക്ക് ചരിച്ചോണ്ട് മണ്ടയ്ക്ക് തട്ടിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് കേട്ടോ. ഈ മിക്സിങ് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യണം. എല്ലാ ചരിച്ചോറും ഇട്ടിരിക്കുന്ന വളങ്ങളും എല്ലാം കൂടെ ഒരേപോലെ മിക്സാണ്. അപ്പോൾ നമുക്കതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. തിരിച്ച് വീണ്ടും ഇങ്ങോട്ടൊന്ന് ഒരു ഗ്രോ ബാഗിനകത്ത് 3/4 ഭാഗം നിറയ്ക്കുന്ന കണക്കാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നോക്കാം അവർ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 20 ഗ്രോ ബാഗിനകത്ത് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു പകുതി 3/4 ഭാഗം ഇല്ല, പക്ഷേ 3/4 ഭാഗം നിറയ്ക്കാനുള്ള സാധനമാണ് നമ്മൾ പറഞ്ഞു. പക്ഷേ ഒരു പകുതി വെച്ച് നിറയ്ക്കാനുള്ള 20 ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു. നമ്മൾ 20 നിറച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന കുറച്ച് ചെടികളുണ്ട്. ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പത്തിൻ്റെ പൂ ആണ് ഇവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ശംഖുപുഷ്പവും അതുപോലെ തന്നെ ഈ വെള്ളപ്പൂ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ശംഖുപുഷ്പം ഒന്ന് ചെറുതായിട്ടൊന്നും ഇപ്പോൾ കൊണ്ടുവന്നതാണ് നമ്മളിപ്പോൾ 1 മണിക്കൂറായിട്ടുള്ളൂ. നമുക്കൊന്ന് നട്ട് വെക്കാം, വാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നട്ട് വെച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇപ്പോൾ 2 ശംഖുപുഷ്പത്തിൻ്റെ തൈ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് പടർത്താൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ വേറെ സ്റ്റാൻഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. തൽക്കാലം ഇങ്ങോട്ട് വെക്കാം, അത് വാടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ തെറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് എന്താ പറയുക, ഒരുപാട് പൂ പിടിക്കുന്ന തെറ്റി, അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ 2 എണ്ണം ഉണ്ട്, 2 എണ്ണത്തിനെ തൊക്കാം നമുക്ക്. ഈ ഞാറപ്പഴത്തിൻ്റെ ഞാവൽപ്പഴമെന്നൊക്കെ പറയും, ഞാറപ്പഴമെന്നും പറയും. അപ്പോൾ അതിൻ്റെ തൈ ഇത് നമ്മുടെ തന്നെ പഴയൊരു വീഡിയോയ്ക്കകത്ത് കിടപ്പുണ്ട്, നമ്മളത് പിച്ചി കഴിക്കുന്നതൊക്കെ. അപ്പോൾ അത് പിച്ചി കഴിച്ചിട്ട് അതിൻ്റെ കുരു വീട്ടിൽ കിടന്ന് കിളിച്ചതാണ്. അപ്പോൾ ഇതും കൂടെ വെച്ചേക്കാം. നമുക്കിത് കിളിക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും നമുക്ക് മാറ്റി താത്ത് വെക്കാം. അപ്പോൾ ഇതും കൂടെ ഒന്ന് നട്ട് വെക്കാം നമുക്ക്. പിന്നെ അത് കൂടാതെ നമ്മൾ തുളസിത്തൈ കൊണ്ടുവന്നിട്ടുണ്ട്. തുളസിത്തൈ നമ്മളിവിടെ ക്ഷേത്രത്തിലും ഉണ്ട് അത്യാവശ്യം. ഇത് ചെറുതാണ്, നമുക്ക് കുറച്ചും കൂടെ വലിപ്പമുള്ള തുളസിത്തൈ വെക്കാം കേട്ടോ. ഒരു ഗ്രോ ബാഗ് തുളസിത്തൈ ഇരിക്കട്ടെ. തെറ്റിക്കമ്പും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി അത് കൂടാതെ നമുക്ക് നമ്മളിവിടെയൊക്കെ അതിനെന്താ പറയുന്നത്, നമ്പ്യാർ വെട്ടമെന്നോ ഒക്കെയാണെന്ന് തോന്നുന്നു ഈ പൂവിന് പറയുന്നത്. ഇതിൻ്റെ ഒരു കമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് മുറിച്ച് വെക്കാം. ഒരെണ്ണത്തിൽ 2 കമ്പ് വെച്ച് വെക്കാം നമുക്ക്.
ബാക്കി നമ്മൾ 15 എണ്ണത്തിനകത്ത് ഇപ്പം ചെടി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കിളിച്ച് വരുന്നത് നോക്കാം. നമുക്കിതിനെല്ലാം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതൊരു അവസാനം ഒരു അരളിക്കമ്പ് വന്നിട്ടുണ്ട്. അരളിക്കമ്പ് കൂടെ നമുക്ക് എവിടെയെങ്കിലും കുത്തി വെക്കാം. അത് കിളിക്കട്ടെ. അപ്പോൾ നമുക്കിതിനൊക്കെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവേ. കാരണം ഇത് ഇപ്പോൾ അത്യാവശ്യം വെയിലായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നനച്ച് കൊടുത്തേക്കാം. ഈ ചകിരിച്ചോറുള്ളതുകൊണ്ട് ഇതിനകത്ത് നനവ് എപ്പോഴും ഇങ്ങനെ നിന്നോളും. വെള്ളം കുറച്ചൊഴിച്ചാലും മതി. ചകിരിച്ചോറിനകത്ത് നനവ് എപ്പോഴും അതിനകത്ത് നിൽക്കുന്നതാണ്. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ചെടിക്കൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് എല്ലാത്തിനും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പോകാം. അതല്ല, ഈ വെള്ളം എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെടി വെക്കുന്ന പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഇവിടെ വെള്ളം ഒഴിക്കാൻ ക്ഷേത്രത്തിൽ തന്നെ ആൾക്കാരുണ്ട്. അവർ ജോലിക്കാരുണ്ട്, അവർ വെള്ളം ഒഴിക്കും. അപ്പോൾ അതിന് ശേഷം നമുക്ക് നോക്കാം ഓരോ ദിവസത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തായാലും നമുക്കൊരു ഒരാഴ്ചയ്ക്ക് ശേഷം ഇതെങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്നത്, കിളിക്കുന്നുണ്ടോ, ഓരോ വളം എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്കൊരു ഒരാഴ്ച കൊണ്ട് നമുക്ക് ഏകദേശം ഒന്ന് അറിയാൻ പറ്റും. അതിനുശേഷം നമുക്ക് അടുത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാം.